കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അല്ല ഇവിടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തൻ്റെ 6 മാസത്തെ കാലാവധി പൂർത്തിയാക്കി ശ്രീ ഗുരുവായൂരപ്പനെ ഊട്ടിയും ഉറക്കിയും കുളിപ്പിച്ചുമെല്ലാം നോക്കിക്കൊണ്ടിരുന്ന യശോദമ്മ പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിപ്പാട് ഈ ഊഴം കഴിഞ്ഞ് അവസാനിപ്പിച്ച് പുതിയ മേൽശാന്തിക്ക് തൻ്റെ മേൽശാന്തിയുടെ താക്കോൽ ചിഹ്നവും കുടവും സമർപ്പിച്ച് അത് മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി ആ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിൽ നിന്നും പുതിയ മേൽശാന്തി പള്ളിശ്ശേരി നമ്പൂതിരിപ്പാട് മേൽശാന്തിയായി ചുമതലയേറ്റു. ചുമതല ഒഴിഞ്ഞ പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിപ്പാട് ഇതാ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഭക്തജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ പൊന്നാടയണിയിച്ച് സ്വീകരിക്കുന്നു. ഭക്തജനങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രാശിത്തുകൾ നേടുന്നു. അങ്ങനെ ആ 6 മാസക്കാലം ശ്രീ ഗുരുവായൂരപ്പൻ്റെ സേവ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി പുറത്തേക്ക് വരുന്ന മേൽശാന്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടുവാനായി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആദ്യം തന്നെ ആർക്കാണ് അനുഗ്രഹം കിട്ടുന്നത് എന്നുള്ള ഒരു വ്യഗ്രതയിലായിരുന്നു ഭക്തജനങ്ങളെല്ലാവരും. അങ്ങനെ അദ്ദേഹം കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ 6 മാസത്തെ പൂജാ പുണ്യവുമായി ആ ശ്രീ ഗുരുവായൂരപ്പനെ പൂജിച്ച പൂജാ പുണ്യവുമായി അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് വാവന്നൂരിലെ പൊട്ടക്കുഴി മനയിലേക്ക് ഇതാ യാത്രയാവുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകട്ടെ. ഇനിയും അധികം താമസിയാതെ തന്നെ ഇദ്ദേഹത്തിന് വീണ്ടും ശ്രീ ഗുരുവായൂരപ്പൻ്റെ യശോദമ്മയായി പൂജിക്കുവാനുള്ള അവസരം ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ.